الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹാദരണീയരായ സഹോദരീ സഹോദരന്മാരെ, ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് അല്ലാഹുവിൻ്റെ വിധി വിലക്കുകളെ ആവുന്നത്ര ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സ്നേഹം എന്ന വികാരം മനുഷ്യരായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അസംഖ്യം അനുഗ്രഹങ്ങളിൽ ഒരു വലിയ അനുഗ്രഹമാണ്. സ്നേഹം നമുക്ക് നമ്മുടെ മനസ്സിൽ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നിറഞ്ഞു തുളുമ്പി നിൽക്കേണ്ടത് ഈ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് ചെയ്തു തന്ന അള്ളാഹുവിനോടാണ്. വിശുദ്ധ ഖുർആനിൽ വിശ്വാസികളുടെ സ്നേഹത്തെ പരാമർശിക്കവേ അള്ളാഹു പറയുന്നുണ്ട്, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. സത്യവിശ്വാസികൾ അവർക്ക് തീവ്രമായ സ്നേഹം അള്ളാഹുവിനോടായിരിക്കുമെന്നാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനായ അള്ളാഹുവിനോടാണ്, അള്ളാഹുവിനെയാണ്. അള്ളാഹുവിൻ്റെ 99 സുന്ദരനാമങ്ങളിൽ അവനെ പരിചയപ്പെടുത്തുമ്പോൾ വഹുവൽ ഗഫൂറുൽ വദൂദ് എന്ന് പറയുന്നുണ്ട്. എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനായ സ്നേഹമയനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിനോടുള്ള സ്നേഹം കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാകേണ്ടത് നമ്മുടെ ഹിദായത്തിന് വേണ്ടി അള്ളാഹു നിയോഗിച്ചയച്ച മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. നബി തിരുമേനി തന്നെ ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ സന്താനങ്ങളെക്കാൾ, ലോകത്തുള്ള സകലമാന ജനങ്ങളെക്കാളും ഞാൻ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിത്തീരുന്നവരെ നിങ്ങളുടെ വിശ്വാസം പരിപൂർത്തീകരിക്കപ്പെടുകയില്ല എന്നതാണ്. റസൂലിനോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഈമാനിൻ്റെ കൂടി പൂർത്തീകരണമാണെന്നാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആ ഉണർത്തലിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പ്രവാചകനോടുള്ള ഈ സ്നേഹം
നമ്മൾ എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്നും വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഖുൽ, പ്രവാചകരെ നിങ്ങൾ പ്രസ്താവിക്കുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ് എങ്കിൽ, ഫത്തബിഊനി, എന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. പ്രവാചക പാഠങ്ങളെ, പ്രവാചക ചര്യകളെ നിങ്ങൾ പിന്തുടരണം, അനുധാവനം ചെയ്യണം. എന്നാൽ യുഹിബ്ബുക്കുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സ്നേഹിക്കും. നമുക്ക് അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാകണം. അള്ളാഹു നമ്മെ സ്നേഹിക്കുകയും വേണം. അതിനുള്ള വഴി എന്താണ്? പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ, പ്രവാചകനെ നിങ്ങൾ പിന്തുടരണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന വീഴ്ചകൾ, സ്ഖലിതങ്ങൾ, തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു അളവറ്റ ദയാപരനും പാപങ്ങൾ പൊറുക്കുന്നവനുമാകുന്നു എന്ന് ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകനോടുള്ള നമ്മുടെ സ്നേഹം ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തിൽ മാത്രം ഉണ്ടാകേണ്ടതല്ല. അള്ളാഹുവിനോടുള്ള സ്നേഹം പോലെ നമ്മുടെ ജീവിത സമയങ്ങളിലെല്ലാം, നമുക്ക് ബോധമുള്ള നേരങ്ങളിലെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തു വയ്ക്കേണ്ട ഒരു വലിയ ശീലമായിക്കൊണ്ടാണ് ഈ സ്നേഹത്തെ ഖുർആനും പ്രവാചകചര്യയും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്വം അള്ളാഹു വിശദീകരിച്ചിടത്ത് ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹർ റസൂൽ, അല്ലയോ തിരുദൂതരെ, ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്, താങ്കളുടെ രക്ഷിതാവിൻ്റെ അരികിൽ നിന്ന് താങ്കൾക്ക് ഇറക്കി തന്നിട്ടുള്ള ഈ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. ഫഇൻ ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലത, താങ്കൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ താങ്കളുടെ ഈ റിസാലത്ത്, ഈ ദൗത്യം നിങ്ങൾ നിർവഹിച്ചിട്ടില്ല എന്ന അവസ്ഥ വരും. വല്ലാഹു യഅസിമുക മിനന്നാസ്, താങ്കളുടെ ദൗത്യം നിർവഹിക്കുന്ന മാർഗത്തിൽ എന്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളുമുണ്ടോ, ജനങ്ങളിൽ നിന്ന് എന്ത് ഉപദ്രവങ്ങൾ ഏൽക്കുകയാണെങ്കിലും ജനങ്ങളിൽ നിന്ന് നാം താങ്കളെ സംരക്ഷിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ സംരക്ഷണോത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, റസൂലുള്ളാഹ് 23 വർഷകാലത്തെ സംഭവ ബഹുലമായ, ത്യാഗോജ്വലമായ, മാതൃകായോഗ്യമായ ജീവിതത്തിലൂടെ ലോകത്തിന് മുഴുവൻ അവിടുത്തെ റിസാലത്ത് എത്തിച്ചു. മാത്രമല്ല, അവിടുത്തെ അന്ത്യോപദേശത്തിൽ അവസാനം റസൂലുള്ളാഹ് നിർവഹിച്ച ഹജ്ജത്തുൽ വിദാ, വിടവാങ്ങൽ ഹജ്ജിലാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഈ ദീൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിട്ടുണ്ട് എന്ന സന്ദേശം അവതരിക്കുന്നത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഈ ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിട്ടുണ്ട്, എൻ്റെ അനുഗ്രഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിപൂർത്തീകരിച്ചിട്ടുണ്ട്, ഈ ദീനിനെ, ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ഈ സന്ദേശം ഇറങ്ങി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അവിടുത്തെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം, അലാ ഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് ഈ സന്ദേശം എത്തിച്ചു തന്നിട്ടില്ലയോ? 3 തവണ ആവർത്തിച്ച് റസൂൽ അത് പറയുന്നു. സഹാബത്തിന് അത് മറുപടി പറയുന്നത് എന്താണെന്നോ, ബല ഇന്നക ഖദ് ബല്ലഗ്ത വഅദ്ദൈത വനസഹത യാ റസൂലല്ലാഹ്, റസൂലേ, നിങ്ങൾ താങ്കളുടെ ദൗത്യം നിർവഹിച്ചു, ഉത്തരവാദിത്വം പൂർത്തീകരിച്ചു, ഈ സമൂഹത്തോട് ഗുണകാംക്ഷയോടുകൂടി തങ്ങളുടെ ജീവിതത്തെ അവർക്ക് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രവാചകരെ എന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ഉപദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സഹാബിമാരെല്ലാം ഇത് കൃത്യമായി മനസ്സിലാക്കി. ദീൻ ഇതോടുകൂടി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി മതപരമായ കാര്യങ്ങൾ എന്ന നിലക്ക് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടതും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുമല്ലാത്ത ഒന്നും തന്നെ നമ്മൾ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതില്ല, ആചരിക്കേണ്ടതില്ല, പ്രയോഗവൽക്കരിക്കേണ്ടതില്ല എന്ന്
ആ ഉത്തമ തലമുറക്ക് സഹാബത്തിനെല്ലാം കൃത്യമായി മനസ്സിലായി. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാല തറക്കനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ഞങ്ങളെ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഏതൊരവസ്ഥയാണ് ഞങ്ങൾക്കെന്നോ, വമാ ത്വാഇറുൻ യുഖല്ലിബു ജനാഹിഹി ഫിൽ ഹവാ, അന്തരീക്ഷത്തിലൂടെ ചിറക് വിടർത്തി പറക്കുന്ന ഒരു പക്ഷി പോലും ഇല്ലാ വഹുവ യുദക്കിറുനാ മിൻഹു ഇൽമ, ആ പക്ഷിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും റസൂലുള്ള ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ഗുണപാഠം പകർന്നു തരാതെ പോയിട്ടില്ല എന്ന. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനാണ് നമ്മളോട് പറഞ്ഞത്, മാ ബഖിയ ശൈഉൻ യുഖർരിബു മിനൽ ജന്ന വയുബാഇദു മിനൻ നാർ ഇല്ലാ വഖദ് ബുയ്യിന ലക്കും, നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന, രക്ഷിക്കുന്ന, സ്വർഗത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുന്ന ഏത് ചെറുതും വലുതുമായ കാര്യമുണ്ടോ അതെല്ലാം കൃത്യമായി ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് പഠിപ്പിച്ചു തരാതെ പോയിട്ടില്ല എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടതെന്താ? നരകത്തിൽ നിന്നുള്ള രക്ഷ, സ്വർഗപ്രവേശം. ഇതിന് വേണ്ടതെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ അവിടുത്തെ ജീവിതകാലത്ത് തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഇന്ന് നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം, പ്രവാചകന് ശേഷം, പ്രവാചകന്റെ ആ കാലഘട്ടം, ഉത്തമ നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം ഈ ദീനിൽ പല ആചാരവൈകൃതങ്ങളും അന്ധവിശ്വാസങ്ങളും വിദഗ്ധകളും കടന്നുകൂടിയിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ധാരാളം ആളുകൾ അത് നിർവഹിക്കുകയും ചെയ്യുകയും അനുഷ്ഠിക്കുകയും അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്തിട്ടുണ്ട്. ഇമാം മാലിക് റഹിമഹുള്ള ഒരിക്കൽ പറയുകയുണ്ടായി, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അത്തൻ യറാഹ ഹസന, ഇസ്ലാമിൽ ആരെങ്കിലും നല്ലതാണെന്ന കാഴ്ചയിലൂടെ ബിദ്അത്തായ ഒരു അനാചാരം പുതിയതായി ഉണ്ടാക്കുകയാണെങ്കിൽ ഫഖദ് സഅമ, അവൻ വാദിക്കുന്നത് എന്താണ്? അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ദൗത്യ നിർവഹണത്തിൽ വഞ്ചന കാണിച്ചിട്ടുണ്ട് എന്നല്ലേ? നഊദു ബില്ലാഹ്. നമ്മൾ അല്ലാഹുവിൽ അഭയം തേടുകയാണ്, അങ്ങനെ റസൂലുള്ള ഒരിക്കലും ചെയ്തിട്ടില്ല. അപ്പൊ പുതിയതായി ഒരാൾ ദീനിൽ നല്ലതാണല്ലോ, കൂലി കിട്ടുമല്ലോ, നമുക്ക് പരലോകത്ത് നേട്ടമുള്ളതല്ലേ എന്ന വിചാരത്തോടുകൂടി റസൂൽ ചെയ്യാത്ത, ഖുലഫാഉർ റാഷിദുകൾ ചെയ്യാത്ത, അഇമ്മത്തുൽ അർബഅ ചെയ്യാത്ത, ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠരായ ജനങ്ങളിൽ ആരും ചെയ്യാത്ത പുതിയ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ബിദ്അത്താണ്, പുതിയതാണ്, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, ഈ ദീനിന്റെ കാര്യത്തിൽ ആരെങ്കിലും പുതിയ ഒരു ആചാരം കടത്തിക്കൂട്ടി കൊണ്ടുവരികയാണെങ്കിൽ മാ ലൈസ മിൻഹു, അത് ഈ പ്രമാണങ്ങളിൽപ്പെട്ടതല്ലെങ്കിൽ, ദീനിൽപ്പെട്ടതല്ലെങ്കിൽ, ദീൻ എന്ന് പറഞ്ഞത് എന്താണ്? വിശുദ്ധ ഖുർആനാണ്, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുമാണ്. ഇങ്ങനെ ദീനിന് അള്ളാഹും റസൂലും നിശ്ചയിച്ചിട്ടുള്ള പ്രമാണബദ്ധമായ അതിശക്തമായ അതിൻ്റെ ഫ്രെയിം പൊളിച്ചുകൊണ്ട് ഇതിലേക്ക് വല്ലതും പുതിയതായി കടത്തി കൂട്ടുകയാണെങ്കിൽ ഫഹുവ റദ്ദ്, അത് നിങ്ങൾ തള്ളിക്കളയണമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുള്ളത്. ഇമാം മാലിക് റഹിമഹുല്ലാ തന്നെ പറയുന്നുണ്ട്, ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ അവസാന ഘട്ടം ഒരിക്കലും നന്നാവുകയില്ല ഇല്ലാ ബിമാ സലുഹ ബിഹി അവ്വലുഹ, ഈ ഉമ്മത്തിന്റെ ആദ്യഘട്ടം എന്തുകൊണ്ടാണോ നന്നായത്? വിശുദ്ധ ഖുർആൻ കൊണ്ടും തിരുസുന്നത്ത് കൊണ്ടും. ഖുർആൻ അവതീർണമായ കാലഘട്ടത്തിൽ ജീവിക്കാൻ അവസരം ലഭിച്ച, സൗഭാഗ്യം ലഭിച്ച അനുഗ്രഹീതരായ സഹാബാ കിറാം റളിയല്ലാഹു അൻഹും, പ്രവാചകനെ നേരിൽ കണ്ട് ദീനിനെ പഠിച്ച, പ്രവാചകനിൽ നിന്ന് കേട്ട, പ്രവാചകന്റെ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅഫ്ആലിഹി വഅഖ്വാലിഹി വതഖ്രീറാത്തിഹി, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ, പ്രവാചകന്റെ പ്രവർത്തനങ്ങളിലൂടെ, പ്രവാചകൻ അംഗീകാരം നൽകിയ, പ്രവാചകന്റെ സാന്നിധ്യത്തിൽ നടന്നൊരു കാര്യം പ്രവാചകൻ അതിന് അനുമതിയും അംഗീകാരവും നൽകുന്ന കാര്യങ്ങളാണ് എങ്കിൽ ഇതൊക്കെയാണ് സുന്നത്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സുന്നത്തുകളെയാണ് നിങ്ങൾ ഇത്തിബാ ചെയ്യേണ്ടത്.
അതാണ് യഥാർത്ഥ ദീൻ എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ദീനിന്റെ കാര്യങ്ങൾ പുതുതായി ഉണ്ടാക്കാൻ പാടില്ല. ദുനിയാവിന്റെ കാര്യങ്ങൾ പലതും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഭൗതികമായ സൗകര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇതുപോലെ ഈ ലൗഡ് സ്പീക്കർ ഉണ്ടായിരുന്നില്ല. പ്രവാചകന്റെ ഹജ്ജത്തുൽ വദാഇലെ പ്രസംഗം അവിടെ കൂടിയിരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രവാചകന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ, സഹാബിമാരിൽ നിന്നൊരാളെ, നല്ല ശബ്ദ ഗാംഭീര്യമുള്ള ഉച്ചത്തിൽ അതിനെ വീണ്ടും ഏറ്റുപറയാൻ കഴിയുന്ന ഒരാളെ ചുമതലപ്പെടുത്തി. മുബല്ലിഗു റസൂലില്ല എന്നാണ് പറയുന്നത്. റസൂലിന്റെ കാലത്ത് നിസ്കരിക്കുമ്പോൾ അങ്ങനെ ഒരാളുണ്ടായിരുന്നു. ഉച്ചത്തിൽ റസൂൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു അക്ബർ ഏറ്റുപറയാ. ഇപ്പോഴും ആ രീതി ഹറമിലൊക്കെ തുടരുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ പറഞ്ഞു കൊണ്ടുവന്നത് ഇങ്ങനെ, ഇത് റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്ത ഒരു കാര്യമാണ്. ഇത് ബിദ്അത്തല്ല, ഇത് ദീനിന്റെ കാര്യം അല്ല, ഇത് ദുനിയാവിന്റെ ഒരു കാര്യമാണ്, നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് അൻതും അഅലമു ബി ഉമൂരി ദുനിയാക്കും, നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയും. നിങ്ങളാണ് നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യം അറിയുന്നത്. കുറച്ചു കാലം മുമ്പ് AI ഉണ്ടായിരുന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സോഷ്യൽ മീഡിയകൾ ഉണ്ടായിരുന്നു, ഫോൺ തന്നെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. നോക്കൂ നിങ്ങൾ, അതിനൊക്കെ പുരോഗതി പ്രാപിച്ചു. അത് നമ്മുടെ ദുനിയാവിന്റെ കാര്യം നിങ്ങൾക്കാണ് അറിയുക, അത് നിങ്ങൾ നോക്കിക്കൊള്ളുക. ദീനിന്റെ കാര്യം അത് ഏതാണെന്ന് തീരുമാനിക്കേണ്ടത് ഒന്നാമതായി അല്ലാഹുവാണ്, രണ്ടാമതായി ഹബീബായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, റബീഉൽ അവ്വൽ മാസമായാൽ നമ്മുടെ ഉമ്മത്തിൽ സുന്നത്തുകൾക്ക് പകരം ഏറ്റവും കൂടുതൽ ബിദ്അത്തുകൾ വ്യാപിക്കുന്ന മാസമായി ഇത് മാറുകയാണ്. മീലാദാഘോഷങ്ങളുടെ പ്രാമാണികത കണ്ടെത്താനുള്ള ഗവേഷണങ്ങളിലാണ് നമ്മുടെ ഉമ്മത്തിലെ ഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു ബിദ്അത്തിന്റെ പ്രാമാണികത കണ്ടെത്താൻ വേണ്ടി അവർ മീറ്റിംഗ് കൂടുകയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കിട്ടിയതിന് ശേഷം 23 വർഷകാലം അവിടുത്തെ ജീവിതം നയിച്ചിട്ടുണ്ട്. ഒരിക്കലും അവിടുത്തെ ജന്മദിനം അവിടുന്ന് ആഘോഷിച്ചിട്ടില്ല, ആഘോഷിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടില്ല. അൽ ഖുലഫാഉർ റാഷിദ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അവരുടെ കാലത്ത് ഇങ്ങനെ ഒരു ആചാരമില്ല. അൽ അഇമ്മത്തുൽ അർബഅ, ഏറ്റവും ശ്രേഷ്ഠരായ 4 മദ്ഹബിന്റെ ഇമാമുകൾ, അവരുടെ കാലത്തൊന്നും ഇതുണ്ടായിട്ടില്ല. ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുമുല്ലാഹ്, അവരുടെ കാലത്തൊന്നും ഇതുണ്ടായിട്ടില്ല. ഉത്തമ നൂറ്റാണ്ട് എന്ന് റസൂൽ പറഞ്ഞ ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, നൂറ്റാണ്ടുകൾ ജനങ്ങളിൽ ഏറ്റവും നല്ലവർ എൻ്റെ നൂറ്റാണ്ടിൽ ജീവിച്ചവരാണ്, പിന്നതിന് ശേഷം ഈ 3 നൂറ്റാണ്ടുകൾ 300 വർഷം. എന്നാൽ സുന്നി പണ്ഡിതനായ തഴവ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിൽ, ആ ഗ്രന്ഥത്തിന്റെ സവിശേഷത ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കുറേ കാര്യങ്ങൾ മലയാള കവിതയിലൂടെ അദ്ദേഹത്തെ മനുഷ്യ മനസ്സുകളിലേക്ക് അദ്ദേഹം എത്തിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണിത്. പക്ഷെ എന്നാലും ഇതിന്റെ പിന്നാലെ പോവുകയാണ് മനുഷ്യന്മാർ. അതുകൊണ്ടാണ് ഈ കാര്യത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, എല്ലാ വെള്ളിയാഴ്ചകളിലും മിമ്പറിൽ വെച്ച് നമ്മൾ കേൾക്കുന്ന കാര്യം എന്താണ്? കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതിയ ആചാരങ്ങളും അത് ബിദ്അത്താകുന്നു, റസൂൽ പഠിപ്പിച്ച സുന്നത്തിന് വിരുദ്ധമാകുന്നു. വകുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും വഴികേടാകുന്നു. ഒരു റിവായത്തിൽ വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ ഈ ബിദ്അത്താകുന്ന വഴികേടും നരകത്തിലേക്കാണ് പോകുന്നത് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. നമ്മുടെ ഖുത്ബകളിലൊക്കെ അത് നമ്മൾ എപ്പോഴും എല്ലാ ആഴ്ചകളിലും ഉണർത്തുന്നുമുണ്ട്. അപ്പൊ ഇതിന്റെ ഗൗരവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖത്തറക്തുകും അലൽ മഹജ്ജത്തിൽ ബൈളാ, ശുഭ്രമായ വ്യക്തമായ ഒരു പ്രമാണം നിങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചു പോകുന്നത്. ലൈലുഹാ കനഹാരിഹാ, അതിന്റെ രാവ് അതിന്റെ പകല് പോലെ വ്യക്തമാണെന്നാണ്. രാവും പകലും
അതിന്റെ രാവ് അതിന്റെ പകല് പോലെ വ്യക്തമാണ്. ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്. നശിച്ചു പോകുന്നവരല്ലാതെ ഒരിക്കലും ഈ തെളിവുകളിൽ നിന്ന്, പ്രമാണങ്ങളിൽ നിന്ന് ഒരിക്കലും വഴിതെറ്റി പോവുകയില്ല. വമൻ യഅ്ശു മിൻകും, നിങ്ങളിൽ നിന്ന് എനിക്ക് ശേഷം ഇനി വല്ലവരും ജീവിക്കുകയാണെങ്കിൽ ഫസയറ ഇഖ്തിലാഫൻ കസീറാ, ധാരാളം ഭിന്ന വീക്ഷണങ്ങളും ഭിന്നാഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നിങ്ങളിൽ ഉണ്ടാകും. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. ആ സന്ദർഭത്തിൽ എന്റെ സുന്നത്ത്, എന്റെ ജീവിതചര്യയാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. എനിക്ക് ശേഷം വന്ന സച്ചരിതരായ സർവ്വത്തരുടെ ഖുലഫാഉർ റാഷിദുകളുടെയൊക്കെ പാതയാണ് നിങ്ങൾ പിന്തുടരേണ്ടത് എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ നബിദിനാഘോഷം ഒരു വിധത്ത് മാത്രമാണ്. എത്ര അനാചാരങ്ങളാണ്, ബിദ്അത്തുകളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പ്രവാചകൻ നമ്മളോട് കാണിക്കുന്ന സ്നേഹം ഇത് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു എന്നുള്ളതാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്നമാ മസലി വമസലു ഉമ്മത്തി, എന്റെയും എന്റെ ഉമ്മത്തിന്റെയും ഉപമ, ഉദാഹരണം ഏതുപോലെയാണെന്നോ, കമസലി റജുലിൻ, ഒരു വ്യക്തി ഇസ്തൗഖദ നാറ, അയാൾ ഒരു തീ കത്തിച്ചു. ഫജാലത്തി ദവാബ് വൽ ഫറാശു യഖന ഫീ, അപ്പോൾ ചെറുജീവികളും പ്രാണികളുമൊക്കെ പ്രകാശമല്ലേ, വെളിച്ചത്തിലേക്ക് വന്ന് ആ തീയിൽ ഇങ്ങനെ വീണുകൊണ്ടിരിക്കാൻ തുടങ്ങി. എന്നാൽ ഫഅന ആഖിദും ബിഹുജസികും, ഞാൻ നിങ്ങളുടെ അരക്കെട്ട് പിടിച്ച് അതിലേക്ക് വീഴാതിരിക്കാൻ നിങ്ങളെ വലിക്കുകയാണ് പിന്നിൽ നിന്ന്. എന്നാൽ വഅൻതും തകഹമൂന ഫീ, നിങ്ങൾ അതിൽ അന്ധമായി ആർത്തിയോട് ചാടി വീണുകൊണ്ടിരിക്കുകയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത്തരം അനാചാരങ്ങളിൽ നിന്ന് നമ്മുടെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ ബാധ്യസ്ഥപ്പെട്ടതാരാണ്? ഇത് ഈ സമൂഹത്തിലെ ഉലമാക്കളാണ്, പണ്ഡിതന്മാരാണ്. അവിടെ അവസ്ഥയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ കൃത്യമായി ദീന് പഠിക്കുക. സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ സുന്നത്തല്ല പ്രചരിപ്പിക്കപ്പെടുന്നത്, ബിദ്അത്താണ്. അത് നമുക്കറിയാം. നന്മകളെക്കാൾ കൂടുതൽ തിന്മകൾ പ്രചരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. നമ്മുടെ ബാധ്യത നമ്മുടെ ദീൻ എന്താണ് എന്ന് കൃത്യമായി നമ്മൾ പഠിച്ച് മനസ്സിലാക്കി റസൂലിന്റെ സുന്നത്തുകളെ, പ്രവാചക പാഠങ്ങളെ ജീവിതത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ടവരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. റഹ്മാനായ റബ്ബേ, നീ ഞങ്ങൾക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണം. സഹോദരങ്ങളെ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോടൊപ്പം ഒരു ശ്മശാനത്തിൻ്റെ അരികിൽ പോയി ശ്മശാനം സന്ദർശിക്കാനിടയായി. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഖബറാളികൾക്ക് സലാം പറഞ്ഞുകൊണ്ട്, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. നമ്മൾ ഖബർ സന്ദർശനത്തിൻ്റെ സന്ദർഭത്തിൽ സുന്നത്ത് എന്ന നിലക്ക് അവരോട് സലാം പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. റസൂലുള്ളാഹി ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. ഇൻഷാ അല്ലാഹ്, അധികം വൈകാതെ ഞങ്ങളും നിങ്ങളുടെ ഈ ജീവിതത്തിലേക്ക്, ബർസഖിലേക്ക്, ഖബറിലേക്ക് വരാനിരിക്കുന്നവരാണ്. അത് പറഞ്ഞ് റസൂൽ പറഞ്ഞു, വദിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ, നമ്മുടെ ഇഖ്വാനുകളെ, സഹോദരങ്ങളെ കാണണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. ഖാലു, ഇത് കേട്ട് സഹാബത്ത് ചോദിക്കുന്നു, അവലസ്നാ ഇഖ്വാനുക യാ റസൂലല്ലാഹ്, ഞങ്ങളൊക്കെ നിങ്ങളുടെ സഹോദരങ്ങളല്ലേ റസൂലേ? അപ്പോൾ റസൂൽ പറയുന്നു, ഖാല അൻതും അസ്ഹാബി, നിങ്ങൾ എൻ്റെ അസ്ഹാബിമാരാണ്, എൻ്റെ കൂടെ ജീവിതത്തിൽ എന്നോടൊപ്പം സഹവസിക്കുന്നവരാണ്. ഇഖ്വാൻ എന്ന് പറഞ്ഞത് ആരാണെന്നോ, ഇഖ്വാനുനല്ലദീന ലം യഅ്തു ബഅദു, നമുക്ക് ശേഷം ഇനി വരേണ്ടവരാണ്, ഇതുവരെ വന്നെത്തിയിട്ടില്ലാത്തവരാകുന്നു ഇഖ്വാനുകൾ എന്ന് പറഞ്ഞാൽ. ഫഖാലു,
അപ്പൊ അവർ ചോദിച്ചു, കൈഫ തഅരിഫു മൻ ലം യഅതി ബഅദു മിൻ ഉമ്മത്തിക യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, നിങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ജീവിച്ചിട്ടില്ലാത്ത ആളുകളെ എങ്ങനെയാണ് നിങ്ങൾ അവിടെ വെച്ച് തിരിച്ചറിയുക അവരെ കണ്ടാൽ? ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഅയ്ത അന്ന റജുലൻ ലഹു ഖൈലുൻ ഖുർറുൻ മുഹജ്ജല ബൈന ലഹ്റൈ ഖൈലിൻ ദുഹ്മിൻ ബുഹ്മിൻ അലാ യഅരിഫു ഖൈലഹു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. ഒരു വ്യക്തി ധാരാളം കുതിരകൾ, പല നിറങ്ങളുമുള്ള കുതിരകൾക്കിടയിൽ തൻ്റെ നെറ്റിയിൽ ചൂട്ടുള്ള ഒരു പ്രത്യേകം അടയാളമുള്ള കുതിരയെ പെട്ടെന്ന് തിരിച്ചറിയില്ലേ? അവർ പറഞ്ഞു, അതേ റസൂലേ, അങ്ങനെ തിരിച്ചറിയും. എന്നാൽ ഇതാ എൻ്റെ സഹാബത്ത്, എൻ്റെ ഇഖ്വാനുകളായ ആളുകൾ, ഫഇന്നഹും യഅതൂന ഖുർറൻ മുഹജ്ജലീന മിനൽ വുദു, വുദു ചെയ്ത അവയവങ്ങൾ തിളങ്ങുന്നവരായ നിലയിലായിരിക്കും നാളെ പരലോകത്ത് അവരെ ഒരുമിച്ച് കൂട്ടപ്പെടുക. വനഫറത്തുഹും അലൽ ഹൗൽ, ഞാൻ ഹൗദുൽ കൗസറിന്റെ അരികിൽ അവർക്ക് മുമ്പേ എത്തും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു, അലാ ലയുദാദന്ന റിജാലുൻ അൻ ഹൗദി കമാ യുദാദുൽ ബഈറുൽ ലാലു അനാദീഹിം അലാ ഹലുമ്മ. എന്നാൽ ചില ആളുകളെ ഞാൻ ഹൗദിന്റെ അരികിലിരിക്കുമ്പോൾ ചില ആളുകൾ അതിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. ഫയുഖാലു ഇന്നഹും ഖദ് ബദ്ദലു ബഅദക, അങ്ങനെ ആട്ടിയോടിക്കപ്പെടുന്ന പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അനുഗ്രഹമായി നൽകുന്ന ഒന്നാണ് ഹൗദുൽ കൗസർ എന്നുള്ളത്. ഇന്നാ അഅതൈനാകൽ കൗസർ അൽ ഖൈറുൽ കസീർ. ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന് ഒരുപാട് ഖൈറുൽ കസീർ, അളവറ്റ അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഒന്നാമതായി വിശുദ്ധ ഖുർആനാകുന്നു, ഈ ഇസ്ലാം ദീനാകുന്നു. രണ്ടാമതായി ദീൻ അനുസരിച്ച് ജീവിക്കുന്ന നിഷ്കളങ്കരായ വിശ്വാസി സമൂഹമാകുന്നു. ഖുർആൻ ലോകാവസാനം വരെ അള്ളാഹു നിലനിർത്തും. ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം വളരെ കുറച്ചാണെങ്കിലും അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തും. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ്, ഹഖിൽ നിലകൊള്ളുന്നവരായി ലോകാവസാനം വരെ ഒരു വിഭാഗം ഉണ്ടാകും. പിന്നീട് ഈ അനുഗ്രഹം പറയുന്നത് ഖുൽഖുൻ അലീം, പ്രവാചകന് നൽകിയിട്ടുള്ള സവിശേഷമായ ഉത്കൃഷ്ട സൽസ്വഭാവമാകുന്നു, നുബുവത്താകുന്നു. പിന്നെ ഹൗദുൽ കൗസർ മരണാനന്തരം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന അനുഗ്രഹീതമായ പരലോകത്ത് നൽകുന്ന തടാകത്തെ കുറിച്ചാകുന്നു. ആ തടാകത്തിന്റെ അരികിൽ തന്റെ അനുചരന്മാരെ കാത്തിരിക്കുമ്പോഴാണ് ഒരു വിഭാഗം അതിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുക. ആരാണ് അതിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുക? റസൂലിന് ശേഷം ഈ ദീനിൽ പുതിയ ആചാരങ്ങളെ, ബിദ്അത്തുകളെ കടത്തിക്കൂട്ടിയവർ. ഇന്നഹും ഖദ് ബദ്ദലു ബഅദക, താങ്കൾക്ക് ശേഷം ദീനിൽ അതിനെ മാറ്റിമറിച്ച ആളുകളാണവർ എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത്. ഫഖൂലു, ഞാൻ അവരോട് പറയും, സുഹ്ഖൻ സുഹ്ഖൻ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് അകന്നു പോകാം. അള്ളാഹുവിന്റെ ഈ അനുഗ്രഹത്തിൽ നിന്ന്, ഹൗദുൽ കൗസറിൽ നിന്ന് പരലോകത്ത് പാനം ചെയ്യാനുള്ള സൗഭാഗ്യം പോലും നിഷേധിക്കപ്പെടുന്ന ആളുകളാണ് ബിദ്അത്ത് ചെയ്യുന്നവർ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, ഫലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗലാനി അലീബാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ ശ്രേഷ്ഠമായ മഹത്തരമായ 2 തടാകങ്ങളുണ്ട്, ഹൗദുകളുണ്ട്. ഒരു ഹൗദ് എന്താണെന്നോ, ഹൗദുൻ ഫിദ് ദുനിയാ വഹുവ സുന്നത്തുഹു വമാ ജാഅ ബിഹി. ഒന്നാമത്തെ ഹൗദ് റസൂലിന്റെ ചര്യയാണ്, അവിടുത്തെ ജീവിതപാഠങ്ങളാണ്, അവിടുത്തെ സുന്നത്തുകളാണ്. അദ്ദേഹം പഠിപ്പിച്ച ഈ സുന്നത്തുകളെ ജീവിതത്തിൽ പകർത്തുന്ന ആളുകൾക്ക് വഹൗദുൻ ഫിൽ ആഖിറ, പരലോകത്ത് ആ ഹൗദിൽ നിന്ന് പാനം ചെയ്യാനുള്ള സൗഭാഗ്യം ഉണ്ടാകും. ഫശാരിബൂന മിൻ ഹാദൽ ഹൗദി ഫിദ് ദുനിയാ, ദുനിയാവിലുള്ള ഈ ഹൗദിൽ നിന്ന് പാനം ചെയ്യുന്നവരായിരിക്കും ഹുമുശാരിബൂന മിൻ ഹൗദിഹി യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ പ്രവാചകന്റെ തിരുകരങ്ങളാൽ ആ ഹൗദിൽ നിന്ന് പാനം ചെയ്യാനുള്ള സൗഭാഗ്യം ലഭിക്കുന്നവർ എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അതുമായി നൽകിയ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ജഅലനല്ലാഹു വഇയ്യാകും മിമ്മൻ ഇത്തബഅ സുന്നത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശരിബ മിൻ ഹൗദിഹി.
അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ തെറ്റുകൾ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വാത്സല്യനിധികളായ നമ്മുടെ മാതാപിതാക്കൾ, അടുത്ത ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ, ഇഷ്ടജനങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് അള്ളാഹു ശിഫയും ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ രക്ഷിതാക്കൾക്ക് അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും കാരുണ്യവും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതായോധനത്തിന് വേണ്ടി നാം നടത്തുന്ന നമ്മുടെ തൊഴിലും നമ്മുടെ കച്ചവടവും നമ്മുടെ കൃഷിയും നമ്മുടെ സംരംഭങ്ങളും മറ്റെല്ലാ ഏർപ്പാടുകളിലും റഹ്മാനായ റബ്ബ് നമുക്കെല്ലാ ഖൈറും ബർക്കത്തും ചൊരിഞ്ഞു തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ വഅഖിമിസ് സ്വലാത്ത്.